ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇപ്പോൾ സമയം രാവിലെ 3 മണിയാണ്. ഇത്രയും നേരത്തെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ എന്നാണ് എൻ്റെ കോളേജ് ലൈഫ് ഫസ്റ്റ് ഐവി. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് അരമണിക്കൂർ ട്രാവലുണ്ട്. കോളേജിൽ നിന്ന് 3:45 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ കോളേജിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളൂ. വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3:45 ഇവിടെ വണ്ടി എത്തും. 4 മണിക്ക് വണ്ടി ഇവിടുന്ന് ഷാർപ്പ് എടുക്കും എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ സമയം 4:10. ഇപ്പം എന്തായാലും ഒരു 5 മണി ആവാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഫൈനലി വണ്ടി എത്തിയിട്ടുണ്ട്. വോക്കലിട്ടും ലൈറ്റ് കത്തിച്ചൊക്കെ വരുന്നു. പക്ഷെ വോക്കലിൽ സൗണ്ട് കേട്ട് കോപ്പി റൈറ്റ് കിട്ടും പാട്ട്. അതുകൊണ്ടാണ് ഫുൾ മ്യൂട്ടാക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ പടക്കമൊക്കെ ഹൈ ഷോട്ടാണ്. 2 പൂക്കുറ്റിയും കൂടി കത്തിക്കുന്നുണ്ട്. വണ്ടി ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂവും അതിന്റെ നേരെ ഓപ്പോസിറ്റ് നല്ല വെള്ളച്ചാട്ടം. ആ വെള്ളമൊക്കെ ഇതേ ഇങ്ങനെ ഒഴുകി പോവാണ്. വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താന്ന് പറയാ, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആർക്കും അറിയാനും പാടില്ല. നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് കമന്റ് ചെയ്യണേ. ഗായ്സ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഗായ്സ്, ഇതാണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ പൊറോട്ടയും മുട്ടക്കറിയും ആപ്പവും കുറുമയും ഇടിയപ്പവും കടലക്കറിയാണ് ഉള്ളത്. നന്നായിട്ടുണ്ട് ഭക്ഷണം. ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സഫയ റെസ്റ്റോറൻറ്റ് എന്ന പേര്. ഗായ്സ്, അപ്പോൾ തൈലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ല നല്ല വ്യൂസ് വരുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് ഇവിടെയൊക്കെ.
ഗായ്സ് ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോ അലൗഡ് ആയിരുന്നു. ഫോട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അലൗഡ് അല്ലാത്തതുകൊണ്ട്. വെറുതെ പ്രശ്നമാവുമല്ലോ. എന്താ ഫോട്ടോസ് ഇടാം. ഗായ്സ് ടീ ഫാക്ടറിൻ്റെ മെഷീനറീസ് ആണ് കാണുന്നത്. ഇതിൽ കൂടെയൊക്കെ അപ്പോൾ കടന്നു പോയിട്ടാണ് നമുക്ക് ചായപ്പൊടി കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിൽ പെർമിഷൻ ഇല്ല, ഫോട്ടോസിൻ്റെ പെർമിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോട്ടോസ് എടുത്തിടുകയാണ്. ഗായ്സ് ഇത് 50 രൂപയുടെ ചായയാണ് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക. വൈറ്റ് ടീ കണ്ടിട്ട് വെറൈറ്റി ആയിട്ട് കണ്ടു. പക്ഷേ ആഞ്ചപ്പോൾ ചുടുവെള്ളത്തിൽ ഈ ടീ ബാഗ് ഇട്ട് തന്നവർ. പഞ്ചസാര ഇട്ടിട്ടില്ല, പഞ്ചസാര സെപ്പറേറ്റ് ഇടണം. ഗായ്സ് ടീ ഫാക്ടറി ആണെങ്കിൽ ഇവിടെ ചായപ്പൊടിക്ക് പുറത്തേക്കാളും നല്ല വിലയുണ്ട്. പിന്നെ വില കുറവായി തോന്നിയത് ഈ ഒരു ഇതാണ്. ഗ്രീൻ ആപ്പിൾ ഫ്ലേവറിൻ്റെ ചായപ്പൊടിയാണിത്. ഗായ്സ് ടീ ഫാക്ടറിൻ്റെ സൈഡിലെ ഒരു വ്യൂ ആണിത്. ഗായ്സ് ഇപ്പം മാട്ടുപ്പെട്ടി ഡാം കാണാനാണ് പോണത്. ഇത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഡാം ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഷട്ടർ തുറന്നിട്ടുണ്ട്, വെള്ളം പോണത് സുഖമായി കാണാം. വെള്ളം ചാടുന്ന നന്നായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗായ്സ് സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഡാമിൻ്റെ വ്യൂവും തൊട്ടപ്പുറത്ത് മലയും അതിന് മുകളിൽ മേഘങ്ങളും, ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ബോട്ടിങ് നടക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. അത് ഷട്ടർ തുറന്നിട്ട് വെള്ളം തെറിക്കുന്നുണ്ടത്, കിടിലൻ വ്യൂ ആയിട്ടുണ്ട്. ഗൈസ് ഇവിടെ നിന്ന് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് മഞ്ഞ് കൊള്ളാൻ കൊണ്ടുവന്ന് വെയിൽ കൊള്ളേണ്ട അവസ്ഥയാണ്. മഞ്ഞുമില്ല മഴയുമില്ല, നല്ല ചുട്ട വെയിലാണ്. നല്ല ചൂടെടുക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിലാണ് ഇപ്പോഴും. ഇത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അവിടെ വെച്ച് കാണാം. ഗായ്സ് ഇവിടെ ഉണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കഴിക്കാൻ പോകുന്ന ആൾക്കാരുമാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാം. ഗായ്സ് ഇതാണ്ട് നമ്മുടെ ലഞ്ച്. നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും സലാഡുമാണ്. ഒരു സൈഡ് അച്ചാറും വെച്ചിട്ടുണ്ട്. ഗായ്സ് ഈ സ്പോട്ടിൽ നിന്നുണ്ട് നമ്മൾ ലഞ്ച് കഴിക്കണം. നല്ല വൈബ് സ്പോട്ടാണ്. ഈ സ്പോട്ടും കണ്ട് ബിരിയാണി കഴിക്കുമ്പോൾ വേറെ ലെവൽ വൈബാണ്. സൂപ്പർ. നമ്മൾ ഈ സ്പോട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലഞ്ച് കഴിച്ചതും നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല വൈബ് സ്പോട്ടാണ്. ലഞ്ചൊക്കെ കഴിച്ചത് ഇതിൻ്റെ സൈഡിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ നല്ല വൈബുണ്ട്. അട്ടാറ് വ്യൂ ആണ്. ഗായ്സ് അപ്പം നമ്മൾ അടുത്ത ഡാമിലെത്തിയിരിക്കുകയാണ്. കുണ്ടള ഡാമാണിത്, നമ്മുടെ അടുത്ത സ്പോട്ട്. അപ്പുറത്തെ സൈഡ് ഡാമും മലകളൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ ആണ് കേട്ടോ.
ഗായ്സ് ഈ ചെറിയ വഴി കൂടെ ആ ബസ് വരുന്നത്, ഞാൻ കാറ് പോലും വരില്ല എന്ന് വിചാരിച്ച വഴിയാണ്, ബസ്സാണ് വരുന്നത് അതിൽ കൂടെ. ഗായ്സ് ഈ ചെറിയ വഴി കൂടെയാണ് ആ ബസ് വന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കി, 4-5 ആൾക്ക് അടുപ്പിച്ച് നടക്കുന്ന ഇത് സ്പേസേ ഉള്ളൂ ഇതില്. ഗായ്സ് അപ്പോൾ ഞങ്ങൾ തന്നെ ഡാം കണ്ടിറങ്ങി. ഇനി പർച്ചേസിങ്ങിനാണ് പോണത്. ഇനി പർച്ചേസിങ് കഴിഞ്ഞാലേ അടുത്തത് എന്താണെന്നുള്ള അറിയുള്ളൂ. ഗായ്സ് അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു. പർച്ചേസിങ്ങിനൊക്കെ കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. വീഡിയോ എടുക്കുകയാണെങ്കിൽ സാധനങ്ങളൊന്നും നോക്കാനും വാങ്ങാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ് തോന്നുന്നു, നല്ല കുറച്ച് തണുപ്പും വരുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞ തന്നെ ആയിരിക്കുള്ളൂ. ഇവിടെ പണികൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് പൊടിയാവാനും ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഫുൾ മഞ്ഞാണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ അവിടെ കാണും, ലൈറ്റ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി അടുത്തൊരു ഡി ജെയിലേക്കാണ് പോകുന്നത്. ഡി ജെ വിത്ത് ക്യാമ്പ് ഫയർ ആണ്. അപ്പം നമ്മുടെ ഡി ജെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡി ജെ. ഞാൻ കഴിഞ്ഞ വർഷം പോയി നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ക്യാമ്പ് ഫയർ വിത്ത് ഡി ജെ ആണ്. ക്യാമ്പ് ഫയർ ആണ് കാണുന്നത്. അപ്പം ഇതോടുകൂടി നമ്മൾ IV ഫുൾ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ട് ഇങ്ങനത്തെ വ്ളോഗ് എടുക്കുന്നത്. നിങ്ങളുടെ കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി എടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും, നന്നായി എടുക്കും. ഗായ്സ് നമ്മളങ്ങനെ ഡി ജെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൂർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ കോളേജിലേക്ക്, അവിടെ നിന്ന് വീട്ടിലേക്കും. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡി ജെയിലേക്ക് കയറിയത്. ഇപ്പോൾ ഡിന്നറിന് മന്തി ആയിരുന്നു, അത്ര പോരാ. ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു ഇത്.